നമ്മൾ നേരെ പോകുന്നത് പാലക്കാട്ടേക്കാണ്. അവിടെ പാലക്കാട് പ്രൊഫഷണൽ കോൺഗ്രസ് മീറ്റ് നടക്കാനൊരുങ്ങുകയാണ്. യുവ എന്ന പേരിൽ രാഷ്ട്രീയ നവീകരണത്തിനായി നിസ്വാർത്ഥരായ സേവന സന്നദ്ധരായ യുവ നേതൃത്വങ്ങളെ വാർത്തെടുക്കുന്നതിനായി അവിടെ യുവ നേതൃ ക്യാമ്പ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് പാലക്കാട് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. സെപ്റ്റംബർ 21 ഞായറാഴ്ചയാണ് ആ പരിപാടി നടക്കാനിരിക്കുന്നത്. സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുന്നുണ്ട് ആ പരിപാടിയുടെ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനായി. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. ഞാൻ ഈ യുവ നേതൃ ക്യാമ്പിൻ്റെ പോസ്റ്ററുകളിലൂടെ ഒന്ന് കണ്ണോടിക്കുകയായിരുന്നു. സ്ഥലത്തെ പ്രധാന കോൺഗ്രസ് നേതാക്കളെ ഒക്കെ കാണാം. വി കെ ശ്രീകണ്ഠനെ കാണാം, DCC പ്രസിഡന്റ് തങ്കപ്പനെ കാണാം. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. അല്ലടോ, നിങ്ങൾക്കൊരു MLA ഇല്ലേ അവിടെ? ഒരു മാസത്തിലധികമായി കാണാനില്ല വിൻഷ. യെസ്, ആ MLA ഉൾപ്പെടുത്തിയിട്ടില്ല ഈ പരിപാടിയിൽ അല്ലേ? കോൺഗ്രസിന്റെ പരിപാടിയാണ്, കോൺഗ്രസിന്റെ പ്രൊഫഷണൽ മീറ്റ് ആണ്. ആ പരിപാടിയിൽ നിന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒഴിവാക്കിയിരിക്കുന്നത്. സച്ചിൻ, പറയൂ. അതെ അതെ വിൻഷ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം മണ്ഡലത്തിലെ, അതായത് പാലക്കാട് മണ്ഡലത്തിൽ ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഒഴിവാക്കിയിരിക്കുന്നത്. പ്രധാനമായും പാലക്കാട് മാധവരാജ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പരിപാടി ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. 21-ാം തീയതി, അതായത് ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ പരിപാടി ആരംഭിക്കുന്നുണ്ട്. ഇതിൽ വിൻഷ നേരത്തെ പോസ്റ്ററിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും അവരുടെ മുദ്രാവാക്യം തന്നെ അതാണ്. കാരണം യുവാക്കളെ രാഷ്ട്ര സേവനത്തിന് സന്നദ്ധരാക്കുക, അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ക്യാമ്പാണ് പാലക്കാടും നടക്കുന്നത്. പ്രധാനമായും അതിൽ എടുത്തു പറയേണ്ടത് പാലക്കാട് മണ്ഡലത്തിൽ വെച്ച് നടക്കുന്ന കോൺഗ്രസിൻ്റെ വലിയ പരിപാടിയാണ് യുവ നേതൃത്വ ക്യാമ്പ്. അതിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിന് ക്ഷണമില്ല. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൻ്റെ പാലക്കാട് നേതൃത്വം ഒഴിവാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത്. അത് പ്രധാനമായും ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുലിനെ ഒഴിവാക്കിയത് എന്ന് പറയുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PV മോഹനനാണ്. ഇതിൽ മുഖ്യ അതിഥിയായി പാലക്കാട് MP വി കെ ശ്രീകണ്ഠൻ പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ സമാപന സമ്മേളനത്തിൽ പാലക്കാട് DCC പ്രസിഡന്റായിട്ടുള്ള തങ്കപ്പൻ പങ്കെടുക്കുന്നു. ഇത്തരത്തിൽ പാലക്കാട്ടെ നേതാക്കളെല്ലാം ഈ പരിപാടികളിൽ വിവിധ സെഷനുകൾ, അതായത് രാവിലെ 9 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ ക്യാമ്പ് അവസാനിക്കുന്നത്. അതിൽ പാലക്കാട്ടെ നേതാക്കളും അതേപോലെ തന്നെ മറ്റ് കോൺഗ്രസിൻ്റെ മറ്റ് മുതിർന്ന നേതാക്കളും യുവ നേതാക്കളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലാണ് മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കിയത്. അത് ഇത്തരത്തിൽ രാഹുലിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒഴിവാക്കിയത് എന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ കാര്യം, തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിൽ പക്ഷത്തിനാണ്. അതായത് പ്രധാനമായും രാഹുലിനെ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാക്കാനുള്ള ഒരു നീക്കങ്ങൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും അനുയായികളുടെയും അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ അനുയായികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അവർ പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഇത്തരത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ യോഗങ്ങളിൽ തങ്കപ്പനും ഒക്കെ മനസ്സിൽ കണക്ക് കൂട്ടുന്നതും സച്ചിൻ. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും MLA-യുടെയും ഒക്കെ ഒരു നേതൃത്വത്തിൽ ഒരു ശാക്തിക ശക്തി അവിടെ രൂപപ്പെട്ട് വരുന്നുണ്ടായിരുന്നു. തങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒരു തീരുമാനമെടുക്കില്ല. എല്ലാം ഞങ്ങൾ പറയുന്നത് മാത്രമാണ് അവിടെ നടക്കാൻ പോകുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന തരത്തിലുള്ള ഒരു ശക്തിമുറുക്കൽ, ഒരു പിടിമുറുക്കൽ അവിടെ ഉണ്ടായിരുന്നു ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലും. അതിൽ കൃത്യമായ അതൃപ്തി ഉള്ളവർ തന്നെയായിരുന്നു പാലക്കാട് DCCയുടെ നേതാക്കൾ. വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ള പല സന്ദർഭങ്ങളിലും പരോക്ഷമായെങ്കിലും അവരുടെ അതൃപ്തി നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം KSU നടത്തിയ മാർച്ചിന് വരെ DCCക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒരു അപ്രമാദിത്യം തകർക്കുക, അത് DCCക്കുള്ളിൽ തന്നെ ഒരു അതൃപ്തിയായി മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ആ രീതിയിലല്ല അവർ മുന്നോട്ട് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലോ ഷാഫി പറമ്പിലോ പറഞ്ഞു വെച്ച കാര്യങ്ങളിലൂടെയല്ല DCC. അത് രണ്ടും രണ്ട് വഴിക്ക് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം കൂടിയാകുന്നുണ്ട് ഇനി നടക്കാനിരിക്കുന്ന യുവ ക്യാമ്പും.
വിൻഷ, അത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. കാരണം DCC പ്രസിഡന്റ് എ തങ്കപ്പനും VK ശ്രീകണ്ഠൻ MP അടക്കം പങ്കെടുക്കുന്ന പരിപാടി, AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PV മോഹനൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി, ഇതിലാണ് ഷാഫി പറമ്പിൽ പക്ഷത്തുള്ള മുഴുവൻ നേതാക്കളെയും വെട്ടി നിർത്തിയിരിക്കുന്നത്. കാരണം വിൻഷ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിൽ ഷാഫിയുടെ വലിയൊരു നീക്കം രാഹുലിനെ മണ്ഡലത്തിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോലീസിനെതിരെ മാർച്ച് സംഘടിപ്പിക്കുന്നു. അതിൽ പ്രധാനമായും ഷാഫി പറമ്പിൽ പട്ടാളം എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് KSU പ്രവർത്തകർ എത്തുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ എത്തുന്നു. അതൊക്കെ ഷാഫി പറമ്പിൽ പാലക്കാട് MLA ആയ സമയത്ത് KSUയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ എത്തിച്ചവരാണ്. ഇത്തരത്തിൽ ഷാഫിക്ക് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനും ഇപ്പോഴും പിന്തുണയുമായി പാലക്കാട് ജില്ലയിലെ. എന്നാൽ മുതിർന്ന നേതാക്കൾ ഒന്നാകെ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും വെട്ടി നിർത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ നേതൃ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൽ പ്രധാനമായും തിരിച്ചടിയായിരിക്കുന്നത് ഷാഫി പറമ്പിൽ പക്ഷത്തിന് തന്നെയാണ്. ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിൽ നാളെ ശനിയാഴ്ച ഉച്ചയോടുകൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തുമെന്ന് ഷാഫി പറമ്പിൽ അനുയായികൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിൽ രാഹുലിന് ക്ഷണമില്ല. രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ ആഴ്ചകളിൽ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട്ടെ ഷാഫി അനുകൂലികളെല്ലാം രാഹുലിൻ്റെ വീട്ടിൽ, അടൂരിലെ വീട്ടിലെത്തി കണ്ടിരുന്നു. ഇതിൽ പ്രധാനമായും അവർ മണ്ഡലത്തിലേക്ക് രാഹുൽ സജീവമാകാനുള്ള ചർച്ചകളാണ് രാഹുലിനെ നേരിട്ട് കണ്ട് നടത്തിയത് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ ഇതിനൊക്കെ പാടെ തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ പാലക്കാട് DCC നേതൃത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ. വിൻഷ.